സ്റ്റോറി ടൈം. ഒരിടത്തൊരിടത്ത് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കി വിറ്റാണ് അമ്മൂമ്മ ജീവിച്ചിരുന്നത്. അമ്മൂമ്മ തനിച്ചായിരുന്നു താമസം. അമ്മൂമ്മ കാലത്തേ എണീറ്റ് കുട്ട നിറയെ ഉണ്ണിയപ്പം ഉണ്ടാക്കും. എന്നിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. നിറയെ ശർക്കരയും തേങ്ങാക്കൊത്തും നെയ്യും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് എന്ത് രുചിയാണെന്നോ. നല്ല രുചിയുള്ള അപ്പമായ കാരണം പെട്ടെന്ന് തന്നെ എല്ലാം തീരും. ചന്തയിൽ നിന്നും വീട്ടിലേക്ക് കാട് കടന്നു വേണം പോവാൻ. ഒരു ദിവസം ഉണ്ണിയപ്പം വളരെ വൈകിയിട്ടും വിറ്റു തീർന്നില്ല. അമ്മൂമ്മ ചന്തയിൽ നിന്ന് വരാൻ വൈകി. നേരം ഇരുട്ടി തുടങ്ങി. അമ്മൂമ്മ വേഗം നടന്നു. കാട്ടിലെത്തിയപ്പോൾ അതാ കേൾക്കുന്നു കാളവണ്ടിയുടെ ശബ്ദം. അത് കാളവണ്ടിക്കാരൻ ശംഖുവായിരുന്നു. ശംഖു ചന്തയിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. കാളവണ്ടി അടുത്തെത്തിയപ്പോൾ അമ്മൂമ്മ തന്നെയും കൂട്ടാമോ എന്ന് ചോദിച്ചു. ശംഖു അവരെയും കയറ്റി യാത്ര തുടങ്ങി. മക്കളുടെ പേരെന്താ? ശംഖു. ഞാൻ എന്നും ചന്തയിൽ പോയി ഈ കാട് വഴിയാ വീട്ടിലേക്ക് പോകുന്നേ. ഇന്ന് വൈകി. മോനെ കണ്ടത് നന്നായി. രാത്രിയായാൽ ആനയും പുലിയും ഒക്കെ ഇറങ്ങും. ഞാനും എന്നും കാട്ടിലൂടെയാ വീട്ടിൽ പോകുന്നേ. നമുക്കിനി എന്നും ഒപ്പം പോവാ, ശംഖു പറഞ്ഞു. ശരി മക്കളെ. വീടെത്തിയപ്പോൾ അമ്മൂമ്മ ഇറങ്ങി. എത്രയാ ശംഖു? ഓ, പണമൊന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. എന്തേലും വാങ്ങണം. പണം വേണ്ടേ? ഈ ബാക്കിയുള്ള ഉണ്ണിയപ്പം എടുത്തോളൂ. അമ്മൂമ്മ ബാക്കിയുള്ള 4 ഉണ്ണിയപ്പം എടുത്ത് ശംഖുവിന് കൊടുത്തു. അത് വാങ്ങി ശംഖു യാത്ര പറഞ്ഞു. ശംഖുവിന്റെ വീട്ടിൽ ഭാര്യയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ശംഖു ഉണ്ണിയപ്പം എല്ലാവർക്കും കൊടുത്തു. കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി. നാളെയും കൊണ്ടുവരണമെന്ന് മക്കൾ ശട്ടം കെട്ടി. പിന്നീടുള്ള ദിവസങ്ങളിൽ അയാൾ ചന്തയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അമ്മൂമ്മയെ കാത്തു നിൽക്കും. എന്നിട്ട് ഒരുമിച്ചാണ് യാത്ര. യാത്രയിൽ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ണിയപ്പം വിൽക്കാതെ അവർക്കായി മാറ്റിവെച്ചത് കൊടുക്കും. പതിയെ അമ്മൂമ്മയും ശംഖുവിന്റെ വീട്ടുകാരും നല്ല സൗഹൃദത്തിലായി. അമ്മൂമ്മ അവരുടെ വീട്ടിലും അവർ തിരിച്ചും പോവാൻ തുടങ്ങി. ശംഖുവിന്റെ മക്കൾ കുട്ടാപ്പിക്കും മണിക്കുട്ടിക്കും അമ്മൂമ്മയെ ജീവനാണ്. അമ്മൂമ്മയ്ക്ക് നിറയെ കഥകൾ അറിയാം. എപ്പോ കണ്ടാലും കഥ പറഞ്ഞു താ എന്ന് പറഞ്ഞ് കുട്ടികൾ പുറകെ കൂടും. കഥ കേട്ട് ഉണ്ണിയപ്പം തിന്നാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. കുട്ടാപ്പി ഒരു ഉണ്ണിയപ്പ കൊതിയനാ. ഇങ്ങനെ കരുതി അമ്മൂമ്മ കൂടുതൽ എണ്ണം ഉണ്ണിയപ്പം ഉണ്ടാക്കും. അമ്മൂമ്മ ചന്തയിൽ പോവാത്ത ദിവസം ശംഖുവാണ് അമ്മൂമ്മയ്ക്കുള്ള പച്ചക്കറികളും സാധനങ്ങളും വാങ്ങിക്കൊടുക്കുക. ചില ദിവസം വൈദ്യരുടെ കടയിൽ നിന്നും കുഴമ്പ് വാങ്ങിക്കാനാവും പറയുക. എന്തു തന്നെ ആയാലും ശംഖുവാണ് എല്ലാം ചെയ്തു കൊടുക്കുക. ഒരു ദിവസം ഇരുവരും ചന്തയിൽ നിന്നും മടങ്ങാൻ വളരെ വൈകി. കാട്ടിലൂടെ മടങ്ങുമ്പോൾ ശംഖു പറഞ്ഞു, വല്ലാതെ ഇരുട്ടി. ഈ കാട്ടിൽ ഇരുട്ടിക്കഴിഞ്ഞാൽ ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ടെന്നാ പറയുന്നേ. പേടിപ്പിക്കാതെടാ മക്കളെ, അമ്മൂമ്മ പറഞ്ഞു. കുറച്ചു ദൂരമായപ്പോഴേക്കും ശക്തിയായ കാറ്റ് വീശാൻ തുടങ്ങി. മരച്ചില്ലകളൊക്കെ ആടിയുടയാൻ തുടങ്ങി. കുറുക്കന്മാരുടെ ഓരിയിടൽ മാത്രമേ കേൾക്കാനുള്ളൂ. പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ 2 എണ്ണത്തിനെയും ഇപ്പൊ തിന്നും, ഹഹഹ. ഭൂതം അട്ടഹസിച്ചു. ശംഖു പേടിച്ചു വിറച്ചു. അമ്മൂമ്മ കരയാൻ തുടങ്ങി. അയ്യോ, ഞങ്ങൾ പാവങ്ങളാണ്, തിന്നരുതേ, ഞങ്ങളെ വെറുതെ വിടണേ. നല്ല വിശപ്പുണ്ട്, ഒരാളെ തിന്നേ പറ്റൂ. അതാരെ വേണമെന്ന് നിങ്ങൾ തന്നെ പറ, ശംഖു പറഞ്ഞു. എന്നാ എന്നെ തിന്നോളൂ. ഈ അമ്മൂമ്മ ഒരു പാവമാ, അവരെ വെറുതെ വിടണേ. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, അയ്യോ, അവനെ തിന്നല്ലേ. അവന്റെ കുടുംബം അനാഥമാവും. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവനെ കാത്തിരിക്കുകയാണ്. അവൻ ചെറുപ്പമാണ്, ജീവിച്ചോട്ടെ. എനിക്ക് വയസ്സായി, ഇനി അധിക കാലമില്ല. ഞാനുള്ളപ്പോൾ അവനും കുടുംബത്തിനും ആപത്ത് വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്നെ തിന്നിട്ട് അവനെ വെറുതെ വിടണേ. ശംഖു, അരുത്. ഈ അമ്മൂമ്മ ഒരു പാവമാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്കെന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കില്ല. എന്നെ തിന്നോളൂ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കാൻ തയ്യാറായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭൂതം അവസാനം പറഞ്ഞു, 2 പേരും മരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക്
വയസ്സായ ഇവരെ ഞാൻ തിന്നാം. ശംഖു കരഞ്ഞുകൊണ്ട് അരുതേ എന്നപേക്ഷിച്ചു. അമ്മൂമ്മ മരിക്കാൻ തയ്യാറായി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭൂതം അമ്മൂമ്മയെ തിന്നാനായി പിടിച്ചതും അവിടമാകെ ഇടിമിന്നലും കൊടുങ്കാറ്റുമായി. ഇരുവരും കണ്ണു തുറന്നതും ഭൂതത്തിന്റെ സ്ഥാനത്ത് ഒരു രാജകുമാരൻ. ഇരുവരും അമ്പരന്നു. രാജകുമാരൻ പറഞ്ഞു തുടങ്ങി, ഞാൻ ചെമ്പകരാജ്യത്തെ രാജകുമാരനാണ്. ഞാൻ ഈ കാട്ടിൽ നായാട്ടിൻ വന്നതായിരുന്നു. അബദ്ധവശാൽ ഞാൻ കാരണം ഈ കാട്ടിൽ തപസ്സിരുന്ന ഒരു സന്യാസിയുടെ പൂജ മുടങ്ങി. കോപിഷ്ഠനായ സന്യാസി എന്നെ ശപിച്ചു ഭൂതമാക്കിയതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ള ഏതേലും ഒരാളെ തൊട്ടാൽ മാത്രമേ ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ. ഇത്ര നാളും എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അമ്മൂമ്മയ്ക്കും ശംഖുവിനും സന്തോഷമായി. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. രാജകുമാരനെ ശംഖു കൊട്ടാരത്തിലെത്തിച്ചു. കൊട്ടാരത്തിൽ എല്ലാവരും രാജകുമാരനെ നഷ്ടപ്പെട്ട വിഷമത്തിലായിരുന്നു. രാജകുമാരനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വിവരമെല്ലാം അറിഞ്ഞ രാജാവ് ശംഖുവിനും അമ്മൂമ്മയ്ക്കും ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകി. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയിൽ വീണ്ടും കാണാം.